വാസം നിൻ പാർപ്പിടമല്ലോ. കരയും കടലും നിറയുന്നോ നീ, പാതാളത്തിലും അവിടുന്നല്ലോ വാഴുന്നിവിടെയൊളി ഞങ്ങൾ. പൂർണ്ണമായി നീ അറിയുന്നു, പാപം വലുതാണത് പോലും നീ, കൃപയും വലുതെന്നറിവോ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും യോനം. നാഥാ നിന്നുടെ മാംസനിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെൻ്റെ മേൽ നീ കൈകൾ വച്ചു, ആദിയിലലിവോടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേ, പാപം ചെയ്തു നിനക്കെതിരായി. കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥാ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിയിൽ നിന്നു രാജകുമാരി, ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും. പ്രാവു കണക്കെ തിരുസഭ നിൽപ്പൂ, കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിൻ ദിവ്യനിണത്താൽ പേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ, ആഴികടക്കും വർത്തകരെ, ഊഴിയിലങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ, കരയും മറ്റവരാനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിക്കളക്കും നേരം, പ്രത്യുത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായി നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവെന്നെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു
ജീവിച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനീകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തോട് ചാക്കുമൊടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാബ്ദിയാമുലകിന്നാതെ പൊറുതി നമുക്കും നൽകും നൂനം. ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമെന്ന രീതിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേലെന്ന സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ നീ അമ്പരവീഥിയിലന്തിമനാളിൽ അന്ത്യവിധിക്കായണയും നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിനണച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേ. നിത്യമഹോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം ശിഖാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. പൂർണ്ണമായി എന്നെ നീ അറിയുന്നു. പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിവോ ഞങ്ങൾ. താരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും ന്യൂനം. നാഥാ നിന്നുടെ മാംസനിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വച്ചു. ആദിയിലലിവോടു ജന്മം നൽകി.
മർത്യനു നിന്നുടെ രൂപവുമേ പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കൽ നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും പ്രാവു കണക്കെ തിരുസഭ നിൽപ്പൂ കൂടു തകർത്ത കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിൻ ദിവ്യനിണത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ ഊഴിയിലങ്ങനെ നീങ്ങുന്നു കരയെത്തുമ്പോൾ ധനമില്ല കരയും മറ്റവരാനന്ദിക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കുന്നേരം തൃത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായി നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവെന്നെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാ പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയായി അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ പരമരുളേണം. ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷ എന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവിനെ അഭികീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയും കരുണയുടെ നിർത്തണമേ നല്ലവരത്ത് വലഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂതലവും താവകമല്ലോ
കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴി അങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനൊലിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കുമാമേ. തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എണ്ണി വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്കും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്ത്രീകനാവുന്ന ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം ഉചിതമല്ലോ. ഉന്നതനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുളേണം. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നതനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും മദനമുടുണരാ വരമരുളേണം. അകാലത്ത് നിന്ന് ഞാൻ വിളിക്കുന്നു, കർത്താവേ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനെ ഉറപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ വെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നികരണവരും ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാവരും പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉറപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും
സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറടങ്ങൾ നിറക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹനീയമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതി പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനമുള്ള പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലംഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ രക്ഷയും നൽകുന്നു. ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കും എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. നമുക്ക് സമാധാനം. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മകനീയമായ നിന്റെ വേദത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. അനുഗ്രഹിക്കണമേ. ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയന്നാഥ. തിരുസന്നിധിയിൽ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയന്നാഥ. തിരുസന്നിധിയിൽ പൂർവന്മാരാ സ്നേഹരുമൊരുപോ ഇസഹാക്ക് യാക്കോബ് മഹിതാശയർദൻ പരിപാവനമാ ബലികൾ പോലെ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയന്നാഥ.
വത്സലരാഹ ശ്രീഹരുമരുപോ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലിപോൽ നാഥ വിശ്വാസമുടെ ദാസൻ ചെയ്യും നാഥ അകാലത്ത് ഞാൻ വിളിക്കുന്നു മരിച്ചുറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിളിക്കുന്നു മരിച്ചവരെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശുദ്ധനെ അർപ്പിച്ച കർത്താവേ, ആ ശുദ്ധം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ യാപൂർവം പരിപാലിക്കണമേ. പ്രധാനം പ്രതീക്ഷിച്ച് മരണപ്പെടുന്നവരെ നീ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിൽ നിവർക്കപ്പെടുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് അമ്മച്ചിയുടെ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ൂഴിയായ
ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ ധന്യമായി ജീവിതം പോൽ കാമ്യമായതും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അടയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവനവന്റെ കീർത്തനങ്ങൾ പാടും, മൃതരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിയോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലെന്നേക്കും ആമേൻ. തെളിവായി എന്നോട് നാഥാവിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പിതാവേ നിന്റെ കരുണയെ എനിക്ക് മിക്ക നിന്റെ ദയാദിക്കും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത മൃതരെല്ലാരും മിന്നി വിളങ്ങും വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങിമുഴങ്ങും കാഹളനാദം
പൂജിതമല്ലോ. ഉന്നതനാഥ മൃഗരെല്ലാരും നിന്നെ വിളങ്ങും വദനമുരുണരാ വരമരുളേണം. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മിശിഹാനാഥ മൃതരെല്ലാരും നിന്നെ വിളങ്ങും വദനമരുണരാ വരമരുളേണം. ഞാൻ വിളിക്കുന്നു മരിച്ചവരുടെ നാമത്തിന് സ്തുതി. അഗാധത്ത് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? ഇതുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ അവന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞാൻ വിളിക്കുന്നു മരിച്ചവരുടെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സജീവവും ജീവിതായുമായ ശബ്ദത്താൽ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മകനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ വെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായി കബരിടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാത്മനെ സജ്ജമാക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയിലേറെ സ്നേഹമുള്ള വൈദികരെ, പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട അമ്മച്ചിയുടെ നിര്യാണത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് പുളിങ്ങുന്ന ഫൊറോന ദേവാലയത്തിൽ ഇടവക ജനത്തിൻ്റെ മുഴുവനും പേരിലുള്ള അനുശോചനം അറിയിക്കുകയാണ്. ഈ കുടുംബവും കുടുംബാംഗങ്ങളും പള്ളിയോടും സഭയോടും എല്ലാവിധത്തിലും ചേർന്ന് സഹകരിച്ചു പോകുന്ന ഒരു കുടുംബമാണ്. അമ്മച്ചിയുടെ ഒരു മകൻ പൗരോഹിത്യത്തിലൂടെ സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നു. പ്രിയപ്പെട്ട സണ്ണിച്ചനച്ചൻ അച്ഛനെ ഈ സമയം സ്നേഹത്തോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അമ്മച്ചിയുടെ ജീവിത പങ്കാളി ദീർഘകാലം പുളിങ്ങുന്ന പള്ളിയിലെ കൈക്കാരനായിരുന്നു, പാരിഷ് കൗൺസിൽ മെമ്പറായിരുന്നു. അതോടൊപ്പം തന്നെ അമ്മച്ചിയുടെ ഒരു മകൻ കൈക്കാരനായിരുന്നു, ഒരു മരുമകൾ എപ്പോഴും പാരിഷ് കൗൺസിൽ മെമ്പറാണ്. ആ വിധത്തിലെല്ലാം ഇടവകയിലൂടെ സഭയെ ശുശ്രൂഷ ചെയ്യുന്ന അമ്മച്ചിയുടെ ജീവിത പങ്കാളിയോടും മക്കളോടും മരുമക്കളോടും ഒക്കെയുള്ള പ്രത്യേകമായ അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇടവകയുടെ കൈക്കാരന് ഈ സമയം സൂചകമായൊരു ബൊക്കെ സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഇനി ചെയ്യാവുന്ന കാര്യം അമ്മച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തമ്പുരാന് നന്ദി പറയാം. അമ്മച്ചിയിലൂടെ നമുക്ക് ലഭിച്ച ഒരുപാട് നന്മകൾ, ഒരുപാട് കരുതലുകൾ, എല്ലാത്തിനും നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ആത്മാർത്ഥമായിട്ട് പങ്കുചേരാനായിട്ട് ശ്രദ്ധിക്കാം. വീട്ടിലെ തിരുക്കർമ്മങ്ങൾക്ക് ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാളച്ചനാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. ദേവാലയത്തിൽ
അഭ്യന്തര മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കും. നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരാം. അനുദപിക്കുന്ന ഭാവികളെ നിസ്സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാവമോചനത്തിനായി പെരുന്നീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിലും ഞങ്ങളുടെ പാവമോചനത്തിനുമായി ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പിതാവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവിധം പുൽക്കൊടുക്കു തുല്യമാവുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. സ്ഥലവും അജാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടുക്കു തുല്യമാവുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മണ്ണിനാഥത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കരുണയാൽ
ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോര ക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വലം ഭാഗി നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലേഹ തെസ്സലോനിക്കർ കണക്കെഴുതിയ ലേഖനം. നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തു നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിന്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യൻ പുത്രനായതുകൊണ്ട് വിധിക്കർത്തവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയിർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയിർപ്പിനുമായി പുറത്തു വരും.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലച്ച, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, മക്കളെ, ബന്ധുമിത്രാദികളെ, ആദ്യമേ തന്നെ അമ്മച്ചിയുടെ വേർപാടിൽ, പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെല്ലാവരോടും ആത്മാർത്ഥമായ സ്നേഹത്തോടെ പ്രാർത്ഥന ഞങ്ങൾ നേരുകയാണ്. ഏതാണ്ട് 85 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ഏറ്റവും അവസാനത്തെ ബർത്ത്ഡേ പോലും വളരെ ആഘോഷമായിട്ട് കൊണ്ടാടി ഏറ്റവും നല്ല ഒരു മരണം സ്വീകരിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന ഈ സഹോദരിയുടെ, ഈ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും എല്ലാം ഉണ്ടാകേണ്ട ഒരു ചിന്ത എനിക്ക് തോന്നുന്നു ദുഃഖത്തേക്കാൾ കൂടുതലായി അഭിമാനത്തിൻ്റെതായ ഒരു ചിന്തയാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. അങ്ങനെ നിത്യമായ ഒരു ജീവിതത്തിലേക്ക് വചനമനുസരിച്ച് ജീവിച്ചതിൻ്റെ ഫലമായി ആശ്വാസത്തോടെ, സന്തോഷത്തോടെ മരണം പ്രാപിച്ച് നിത്യ ജീവിതത്തിലേക്ക് കടന്ന് നീങ്ങിയിരിക്കുന്ന ഈ അമ്മയുടെ അടുത്ത് തീർച്ചയായും അമ്മയുടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന അമ്മമാർക്ക്, ആധുനിക അമ്മമാർക്കൊക്കെ 1, 2 അല്ലെങ്കിൽ മാക്സിമം 3 കുഞ്ഞുങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഈ 1, 2, 3 കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ഇന്നത്തെ ആധുനിക അമ്മമാരും ആധുനിക അപ്പന്മാരുമൊക്കെ കഷ്ടപ്പെടുന്നത് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, 7 ആൺകുട്ടികളും 2 പെൺകുട്ടികളും 9 മക്കളുള്ള ഒരു കുടുംബത്തിൽ മക്കളെ മുഴുവനും ഇത്രകാലം വളർത്തി വലുതാക്കി നേരെ നിർത്തിയിട്ട് പോകുന്ന ഒരമ്മയുടെ കഷ്ടപ്പാട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ പുതുതലമുറയ്ക്ക് മനസ്സിലാക്കുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അത്രമാത്രം കഷ്ടപ്പാടും വേദനയുമൊക്കെ സഹിച്ചത് കൊണ്ടാണ് ഇത്രയും ഇന്ന് കുടുംബത്തിൽ അത്യാവശ്യം നേരെ നിൽക്കുന്ന ഒരു സമൂഹവും നേരെ നിൽക്കുന്ന ഒരു കുടുംബവുമാണ്. അവര് എല്ലാവരും അധ്വാനികളാണ്. എനിക്കൊരു കുടുംബത്തിലെ മക്കളെല്ലാവരും നല്ല അധ്വാനികളാണ്. ഞങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നതനുസരിച്ച് എല്ലാവരും നന്നായിട്ട് അധ്വാനിക്കുന്ന മക്കളാണ്. അവർക്ക് കൃഷികാര്യങ്ങളാണെങ്കിലും ജോലിക്കാര്യങ്ങളാണെങ്കിലും എല്ലാവരും അവരുടേതായ രീതിയിൽ അധ്വാനിച്ച് സ്വന്തം ഭക്ഷണം നേടിയെടുക്കുന്നവരാണ്. അധ്വാനം കൊണ്ട് ജീവിതം കരുപിടിപ്പിച്ചവർ. ഈ അധ്വാനം കൊണ്ട് ജീവിതം കരുപിടിപ്പിക്കാനായുള്ള മനസ്സ് നമുക്കറിയാം ഈ അമ്മയുടെയും ഈ അപ്പൻ്റെയും ഒക്കെ ഒരു ജീവിത പാത തന്നെയാണ്. അല്ലെങ്കിൽ അവര് നിങ്ങൾക്ക് കൈമാറി തന്ന ഒരു ജീവിത ശൈലി തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കിട്ടിയിരിക്കുന്നത്. അമ്മയെക്കുറിച്ച് കവി പാടിയിട്ടുണ്ട്, അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ, അമ്മേ അമ്മേ അവിടുത്തെ മുമ്പിൽ ഞാൻ ആര്, കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ, കാണപ്പെടുന്നൊരു ദൈവമല്ലേ എന്ന്. അതെ, അമ്മമാര് കാണപ്പെടുന്ന ദൈവങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നമ്മൾ അമ്മയെന്ന ഒരു ചിന്തയുമായി നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളാണ്. കുടുംബങ്ങളിൽ ജീവിക്കുമ്പോൾ അറിയാം, അമ്മയ്ക്ക് പനി പിടിച്ച എല്ലാവർക്കും പനി പിടിക്കും, അമ്മയ്ക്ക് അസുഖം വന്നാൽ എല്ലാവർക്കും അസുഖം വരും. അല്ലെങ്കിൽ ഇങ്ങനെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവുമായിട്ട് അത്രമാത്രം ഇഴചേർന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു സത്യമാണ് അമ്മ എന്ന, മാതൃത്വം എന്ന ബന്ധം. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു അമ്മ, ഞാൻ ഈ ഇളയ മകനോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഒത്തിരി വെങ്ങിപ്പൊട്ടിയാണ് സംസാരിച്ചത്. അമ്മ ഞങ്ങൾ അതുപോലെ കഷ്ടപ്പെടുത്തി വളർത്തിയ അമ്മയാണെന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും നല്ല മരണം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനത്തെ ദിവസം വരെ നല്ല ബോധത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും കുമ്പസാരമാണെങ്കിലും അവസാനത്തെ കുർബാന സ്വീകരിക്കുന്നതാണെങ്കിലും വളരെ ബോധത്തോടു കൂടി കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി തന്നെ എല്ലാം ചെയ്തിട്ടാണ് അമ്മ മരിച്ചു പോയത് എന്ന്, അമ്മ ഞങ്ങളിൽ വേർവിട്ടു പോയതെന്ന് ഈ മകൻ എന്നോട് സംസാരിച്ചു.
തീർച്ചയായിട്ടും ഈ മക്കളിലേക്ക് അമ്മ കൈമാറിക്കൊടുന്ന ഒരു വിശ്വാസത്തിൻ്റെതായ അല്ലെങ്കിൽ നന്മയുടേതായ ഒരു ശൈലിയുണ്ട്. അത് തീർച്ചയായിട്ടും അനുദിനം നമ്മുടെ മറ്റുള്ള വ്യക്തികളിലേക്കും പകർന്നു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. അമ്മയുടെ കരുതൽ എന്താണ്? മറ്റുള്ളവരുടെ നമുക്കറിയാം ഒരു അമ്മ എന്നുള്ള ഒരു പ്രതിഭാസം എന്താണ്? സെൻസിറ്റിവിറ്റി ടു ദ നീഡ്സ് ഓഫ് അതേഴ്സ്. അമ്മയെന്ന് മാതൃത്വം എന്ന് പറയുന്നത് എപ്പോഴും അതാണ്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വേദനകൾ ഒപ്പിയെടുക്കാനുള്ള ഒരു മനസ്സാണ് ഒരു അമ്മമാരുടെ മനസ്സെന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ വേദനകൾ ഒപ്പിയെടുക്കാനുള്ള മനസ്സ്. ഒരു കുഞ്ഞ് കരയുമ്പോൾ നമുക്കറിയാം ഒരു രാത്രിയിലാണെങ്കിലും എത്ര രാത്രിയിലാണെങ്കിലും കുഞ്ഞ് കരയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ ആദ്യം കേൾക്കും. ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ അമ്മമാരാണ് ആദ്യം കേൾക്കുന്നത്. അമ്മമാരാണ്. കാരണം എല്ലാവരും കേൾക്കാഞ്ഞിട്ടല്ല. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനായിട്ടും അത് ഒപ്പിയെടുക്കാനായിട്ടുള്ള അമ്മമാരുടെ കരുത്ത് അത് എപ്പോഴും മറ്റുള്ളവരെ സംരക്ഷിച്ച് നിൽക്കുന്നത്. സാധാരണ രീതിയിൽ നമുക്കറിയാം ഒരു കുടുംബത്തിൽ ചിലപ്പോൾ അപ്പന്മാർ നേരത്തെ മരിച്ചു പോയെങ്കിലും അമ്മ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അധ്വാനിക്കാനായിട്ടോ വലിയ ഫിസിക്കൽ ലേബർ ഒന്നും ചെയ്യാനായിട്ടുള്ള കഴിവില്ല എങ്കിൽ കൂടി അമ്മയുടെ കരുതൽ കൊണ്ട് ഈ മക്കൾ മുഴുവൻ സംരക്ഷിതരാകും, മക്കൾ മുഴുവൻ രക്ഷപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ സാന്നിധ്യം കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് എല്ലാവരും വലിയൊരു സംരക്ഷണ വലയമാണ്. അങ്ങനെ ഒരു സംരക്ഷണ വലയമായിട്ട് ഈ വലിയ കുടുംബത്തെ നയിച്ച് ഇത്രമാത്രം ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് ഈ അമ്മ. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഒത്തിരി അഭിമാനിക്കാം. അതുപോലെ തന്നെ ഈ അമ്മ നമുക്ക് പകർന്നു തന്ന ഈ അധ്വാനത്തിൻ്റെയും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെതുമായ ഈ പൈതൃകം, ഈ ഒരു ജീവിത ശൈലി അടുത്ത തലമുറയിലേക്ക് നമുക്ക് കൈമാറുവാനായിട്ടും മറ്റുള്ളവരെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കയറ്റിക്കൊണ്ട് വന്ന് അവരെയും സഹായിക്കുവാനായിട്ടും തീർച്ചയായിട്ടും സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മാതൃത്വ ഗുണമാണത്. ഈ ഒരു മാതൃത്വ ഗുണം നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കളിലൂടെയും നമ്മുടെ കൊച്ചുമക്കളിലൂടെയും ഒക്കെ ഇത് കൈമാറിക്കൊടുക്കാനായിട്ടുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കണം. ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ പ്രാർത്ഥനയും അനുശോചനവും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. തുടങ്ങിക്കോട്ടെ. ഓക്കെ എന്നാ പറഞ്ഞ പ്രൊവിൻഷ്യലിച്ച അച്ഛന്മാരെ, സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരുമേ അമ്മച്ചിയുടെ ഈ വേർപാടിലെ ഞങ്ങളെ ഒത്തിരിയേറെ ദുഃഖിക്കുന്നു. നിങ്ങളെ ഈ അവസരത്തില് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹിച്ചതാണ് അമ്മച്ചിയുടെ അവിടെ വന്ന് അമ്മച്ചിയുടെ ആ കർമ്മങ്ങൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ്. പക്ഷെ എനിക്ക് സാധിച്ചില്ല. എന്റെ അസാന്നിധ്യത്തിൽ നമ്മുടെ അച്ഛന്മാരെല്ലാവരും അവിടെ ഉണ്ട്. ഈ അവസരത്തില് ഞാൻ അങ്ങ് എല്ലാവർക്കും നന്ദി പറയുന്നു. അമ്മച്ചി എനിക്ക് ജോസു ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഒരു കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മച്ചി കാണപ്പെട്ട ദൈവമായിരുന്നു. ഇന്ന് മാതാവിന്റെ ദിവസം, മാതാവ് സ്വർഗത്തിലേക്ക് പോകുന്ന ദിവസമാണ് ഇന്ന്. ഈ ദിവസം തന്നെ അമ്മച്ചിയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് നമ്മള് അയക്കുന്നു. മാതാവ് തീർച്ചയായിട്ടും മാതാവിന്റെ അങ്കിയുടെ കീഴിലെ അമ്മച്ചിയുടെ ആത്മാവിനെ ഒതുക്കി പിടിച്ച് സ്വർഗത്തിലേക്ക് തീർച്ചയായിട്ടും മാതാവ് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. നിങ്ങൾ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദി അറിയിക്കുന്നു. അമ്മച്ചി ചെയ്ത എല്ലാ സേവനങ്ങളും നന്ദിയോടെ ഓർക്കുന്നു. അമ്മച്ചിയാണ് എന്നെ ഈ രീതിയിൽ ആക്കി തീർത്ത വ്യക്തി. അല്ലെ, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും എന്തായിരിക്കുന്നുവോ അത് അമ്മച്ചിയുടെ പ്രയത്നമാണ്, പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും 5 കൊന്തയെങ്കിലും ചെല്ലും അമ്മച്ചി. അങ്ങനെ മാതാവിനോട് വളരെ ഭക്തിയുള്ള ആളായിരുന്നു. പള്ളി എന്ന് പറയുന്നത് 2ാമത്തെ വീടായിരുന്നു അമ്മച്ചിക്ക്. അതുപോലെ അമ്മച്ചി ഇന്ന് 85 വയസ്സ് വരെ ജീവിച്ചു. അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമാണ്, ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. നിങ്ങൾ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ അമ്മച്ചി നമ്മളെ തീർച്ചയായിട്ടും സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് ഇന്ന് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അമ്മച്ചി തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു മാലാഖയായിട്ട് മാറി ഇന്ന് സ്വർഗത്തിലിരുന്ന് ഞങ്ങളെ കാക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അമ്മച്ചിയുടെ ആത്മാവിനെ ദൈവം ഒരു കുറ്റവും കൂടാതെ ആ സ്വർഗത്തിലേക്ക് കയറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഞാൻ ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന
ഈ ആത്മാവിനെ നിത്യാനന്ദ നിർമ്മകത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായ നിന്റെ അമൂല്യമായ രക്തം തിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ ദിവസത്തിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴി പ്രവചനം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലൈവാക്കത്തരപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപം ശരീരത്തിലെ ഉയർപ്പും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ കരുണകളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പെട്ട് കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയോടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ തന്നെ കൊണ്ട് യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
ഈശോയിലേറെ സ്നേഹമുള്ളവരെ, മൃതസംസ്കാര ശുശ്രൂഷയുടെ ഭവനത്തിലെ കർമ്മങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ അമ്മച്ചിയും കൊണ്ട് ദേവാലയത്തിലേക്കുള്ള വിലാപയാത്രയാണ്. നമുക്കറിയാം, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് നമുക്ക് 20 പേർക്കേ ഉള്ളൂ ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾ പങ്കുചേരാനായിട്ട് അനുവാദമുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് അമ്മച്ചിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം 20 പേര് ദേവാലയത്തിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർ നിർബന്ധപൂർവം സ്വയം മാറാനായിട്ട് മനസ്സാകണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ദേവാലയത്തിലേക്ക് വരാൻ പറ്റാത്തവർ അന്തിമോപചാരം അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ അന്തിമ ചുംബനം നൽകി അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. 20 പേര് മാത്രം, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, 20 പേര് മാത്രം ദേവാലയത്തിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇടവാങ്ങുന്നേൻ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. വിടവാങ്ങുന്നേ നസ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ശാശ്വതഭാഗ്യം സഹജന്മാരെ, സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം പ്രതിഫലമേകും. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ.
പ്രിയരെ കാണാം അവിടെ പിരിയാം ഇപ്പോ. ഈ ഇടവകയിലെ എല്ലാ കുടുംബത്തിൽ 9 മക്കൾക്ക് ജന്മം നൽകി വളർത്തിയ അമ്മച്ചിയെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണ്. ഇവിടുത്തെ പ്രത്യേകമായ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായ രീതിയിലാണ് നമ്മൾ ഈ അന്തിമ യാത്ര നടത്തുന്നത്. അന്തിമ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് നല്ല ഒരു കുടുംബത്തിലെ നല്ലൊരു അമ്മച്ചി എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മക്കളെ കൊടുക്കാൻ ഉദ്ദേശങ്ങളിലാണ്. ഒരു മകൻ ജോർജച്ചനെ കുഞ്ഞാലി പഠിക്കുന്ന കാലം മുതൽ തന്നെ പരിചയമുണ്ട്. അച്ഛൻ്റെയൊക്കെ നല്ല ശുശ്രൂഷയും ആ സേവനവും ആ നല്ല മനസ്സൊക്കെ എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നതാണ്. അതുകൊണ്ട് മക്കളൊക്കെ നല്ല രീതിയിൽ സഭയോട് ചേർന്ന് സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ സഹകരിച്ച് ഇടവിലൊക്കെ നല്ല ശുശ്രൂഷ ചെയ്യുന്ന നല്ലൊരു കുടുംബമാണ്. ഇങ്ങനെ മക്കളെ ഈ രീതിയിൽ വിശ്വാസത്തിൽ അടിയുറച്ച് മക്കളെ വളർത്തുവാൻ തീർച്ചയായിട്ടും മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മച്ചി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അമ്മച്ചിയും നല്ല മാതൃകാപരമായ ആഴമായ വിശ്വാസ ജീവിതം നയിച്ച് ജീവിച്ച ആളാണ്. അതുപോലെ മക്കളെ മനസ്സിലാക്കുന്നിടത്തോളം ഒത്തിരിയധികം നല്ല മനസ്സുള്ളവരാണ്. ഇവിടെയും ഇടവയിലൊക്കെ നല്ല ശുശ്രൂഷ ചെയ്യുന്നയാളാണ് പുള്ളിക്കാരനായി നമുക്ക്. അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള സമൂഹത്തെ സേവിക്കുവാൻ മറ്റുള്ളവർക്ക് സഹായിച്ചു കൊടുക്കുവാനൊക്കെ താല്പര്യമുള്ള ഒരു കുടുംബം. ഫാത്തിമ മക്കളുടെ നിർമ്മാണത്തിൽ ഈ കുടുംബത്തിൻ്റേതായിട്ടുള്ള സഹകരണമൊക്കെ ഞാൻ ദേശത്തിൽ ഓർക്കുന്നു. വിദേശങ്ങളിലായിരിക്കുന്ന മക്കൾ അവരുടെ മക്കളും അവരൊക്കെ കുട്ടികളൊക്കെ ഈ ശുശ്രൂഷകളെ നമ്മുടെ ഓൺലൈനിലൂടെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ജർമ്മനിയിലായിരിക്കുന്ന അച്ഛനോടൊപ്പം പിന്നെ അവിടെ ആയിരിക്കുന്നവരെ ഇത് ഇപ്പോൾ കാണുന്നുണ്ട്. ഞാൻ എല്ലാവരോടും അനുശോചനം അറിയിക്കുന്നു. ജോർജത്തിലെ വിളിച്ചിരുന്നു. ഒത്തിരി ദുഃഖിതനാണ്. അമ്മച്ചിയെ അവസാനം കാണാൻ സാധിക്കാത്തതിലുള്ള വേദന അച്ഛനുണ്ട്. അവരുടെ മറ്റു മക്കൾക്കൊക്കെ വരാൻ സാധിക്കാത്തവരുണ്ട്. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ആ സ്നേഹവും നമ്മുടെ ആദരവും ഒക്കെ ദൈവത്തിന് സമർപ്പിക്കാം. നല്ലൊരു അമ്മച്ചിയിലൂടെ ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു, മക്കളെയൊക്കെ അനുഗ്രഹിച്ചു. അതിന് നന്ദി നൽകുകയാണ്. ഈ അമ്മയുടെ നല്ല ജീവിത മാതൃകയും നല്ല ശിക്ഷണവും വിശ്വാസ ജീവിതവും ഒക്കെ മക്കൾക്ക് തീർച്ചയായിട്ടൊരു യുവത്വത്താണ് എന്നതിന് സംശയമില്ല. ആ നന്മയൊക്കെ കാത്തു സൂക്ഷിച്ച് അത് അവരുടെ മക്കളിലേക്ക് തലമുറകളിലേക്ക് കൈമാറി അങ്ങനെ ഈ കുടുംബം എന്നും ധന്യമായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ അമ്മച്ചിയുടെയും ഈ കുടുംബത്തിലൂടെയും ഒക്കെ ദൈവം നൽകുന്ന വലിയ അനുഗ്രഹങ്ങളൊക്കെ തീർച്ചയായിട്ടും നന്ദി പറയേണ്ട ഒരു അവസരം കൂടിയാണ്. മരണസമയം ഒരു ലോകത്തിൽ നിന്നുള്ള വേർപിരിയ ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണ നാൾ ഉണ്ടാകുന്ന ദിവസമാണ്. മറിയത്തിൻ്റെ ഒരു കടന്നുപോകലാണ് നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. ഈ സ്വർഗാരോപണ നാളിൽ മറിയത്തിൻ്റെ കടന്നുപോകൽ
മറിയം ഈ ലോകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി. മരണത്തിലൂടെ മരണമില്ലായ്മയിലേക്ക് കടന്നുപോയി, ജീവനിലേക്ക് കടന്നുപോയി. നമ്മളും ഇതുവരെ കടന്നു പോകേണ്ടവരാണ്, മുന്നോട്ട് കടന്നു പോകേണ്ടവരാണ്. മറിയം കടന്നു പോയതുപോലെ, ഈശോ കടന്നു പോയതുപോലെ അതേ വഴിയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വിശ്വാസ ജീവിതം നയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ കടന്നുപോകൽ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്. മറിയത്തിൻ്റെ കടന്നുപോകൽ എല്ലാവരും ആനന്ദത്തോടെയാണ് ആഘോഷിക്കുക, സന്തോഷത്തോടെയാണ് ആഘോഷിക്കുക. സ്വർഗാരൂപിണിയായ മറിയം എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കടന്നുപോകൽ, മരണമാകുന്ന കടന്നുപോകൽ തീർച്ചയായിട്ടും ആനന്ദകരമായ ഒരു അനുഭവമായി ആ വ്യക്തിക്ക് തീർത്തക്ക രീതിയിലുള്ള ജീവിതമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ അമ്മച്ചിയും മറിയത്തോടൊപ്പം മറിയം നമുക്കൊരു മാതൃകയാണ്, നമുക്ക് മുന്നോടിയാണ്. അങ്ങനെ മറിയത്തിൻ്റെ ആ കടന്നുപോകൽ അനുസ്മരിക്കുന്ന ഈ ദിവസം തന്നെ ഈ അമ്മച്ചിയിൽ നമ്മളിന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപയും പരിപാലനവും സ്നേഹവും ഒക്കെ ധ്യാനിച്ച് അമ്മച്ചിയെ സമർപ്പിക്കാം. നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെല്ലാവരെയും കൂടുതലുള്ള അനുശോചനം ഞാൻ ഇവിടെ അറിയിക്കുകയും നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അമ്മച്ചിയുടെ ആത്മാവിന്റെ നേരുകയും ചെയ്യും. അവരിൽ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ സമാധാനം നമ്മോടുകൂടെ. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ ആളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തൻ്റെ അനുഗ്രഹത്താലും തൻ്റെ മാതാവായ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഈ ആള് തന്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഈ ആളുടെ പേരിടുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഈ ആളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. പ്രധാന പ്രതീക്ഷ കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ മരണവിധേയരാക്കുകയും വേണ്ടി ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും വിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നീതിമാന്മാരുടെ സഹായത്ത് പ്രവേശിപ്പിക്കുവാനാകണമേ. നന്ദി വന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരെ മരണവിധേയരാക്കുകയും ചെയ്യുന്ന ദൈവമേ, എന്റെ വിശുദ്ധന്മാർ വിശ്രമങ്ങളും അവരുടെ മനോഹരമാകുന്നു. വിശുദ്ധമാമതീസായ മുദ്രിതവും പരിശുദ്ധ കുർബാനയാ പരിമഷ്ടവും വിശുദ്ധ ദൈനത്താവശ്യത്വവുമായി ശരീരത്തിന് എന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആകുലം വരെ വിശ്വസിച്ച് നൽകേണ്ട ഈ കവളം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമത്തിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിലേക്കും നീ എന്നെ തടയ്ക്കുക, ഞാൻ നിർമ്മലനാകും. മനുഷ്യാനീ കൊടിയാകുന്നു, കൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വെളുത്ത ഭാഗത്ത് നിർത്തുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നതത്തിന്റെ ആയാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിലേക്കും. മനുഷ്യ നീ കൊടിയാകുന്നു, കൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ആകാശവും ഈ ഭൂതലവും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു, എൻ കുറവുകളേതുമേ സഹിച്ചു. എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു, എൻ കുറവുകളേതുമേ സഹിച്ചു. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ, ഇനി മാപ്പു നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.
നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർപ്പ് മുഖ്യമായ ജീവൻ നൽകി സ്വർഗരാജ്യമായാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേറിട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപയും നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യ നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹ